ഇതൊക്കെ കാണുമ്പോഴത്തേന് എന്നാത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നും കേട്ടോ. അപ്പം ഇതെനിക്ക് വന്ന ഒരു കൊറിയറാണ്. ഒരു ബാണ്ടൊക്കെ ഇട്ട് ഇഷ്ടം അത് തുണിയുണ്ട്. ഇതിൻ്റെ പിന്നെ വലിയ കഥയുണ്ട്. ഇതൊരു ഫ്രോക്കായിരുന്നു, ഈ കാണുന്ന ഫ്രോക്കായിരുന്നു. അപ്പോൾ അതും ഉപയോഗിക്കാൻ പറ്റാണ്ട് അതൊരു സ്കേർട്ടാക്കി നോക്കി, എന്നിട്ടും പറ്റണില്ല. അപ്പോൾ ആൾ പറഞ്ഞ പാറ്റേണോ ഒന്നും ഇങ്ങനെ അല്ല കേട്ടോ. അപ്പോൾ ആൾക്ക് ചെയ്ത് കിട്ടിയത് ഇങ്ങനെ ഒരു പാറ്റേണിലാണ്. പിന്നെ ഇതിൻ്റെ അത് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തുണി ഒരു കളറും അതിൻ്റെ ലൈനിങ് എന്ന് പറയുന്നത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു കളറുമാണ്. അപ്പം ഇങ്ങനെ ഒരു ലൈനിങ്ങും ഒക്കെ ആയിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മാളിൽ താൻ നെറ്റ് മാത്രം നമ്മൾ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ കൊച്ചിനോട് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആ തുണിയെല്ലാം നമുക്ക് തിരികെ കയറ്റേണ്ട കാര്യമില്ല. ഒരു 10-11 മീറ്റർ തുണിയുണ്ട്. അപ്പോൾ അത്രയും തുണിയുടെ ആവശ്യം നമുക്ക് ഇല്ല. ചുമ്മാ നമ്മൾ കുറേ തുണി തിരികെ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനത്തിനൊരു ഭംഗി ഉണ്ടാവണമെന്നില്ല. നമ്മൾ ആവശ്യമുള്ളത് എന്താണോ അതേപോലെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ തുണിയെല്ലാം വലിച്ചു കയറി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിന് ഇത് തന്നെയുള്ളൂ പണിയെന്ന്. എന്ത് ചെയ്യാനാണ്, ഓരോരുത്തർ ഇങ്ങനെ അയച്ചു തരുമ്പോൾ നമ്മൾക്കത് ചെയ്യാനൊരു എനിക്കിഷ്ടമാണ് കേട്ടോ ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കീറി എടുത്തു. എന്നിട്ട് ആ ലൈനിങ് നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. കാര്യം ഇത് ലൈനിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്ഥിതിക്ക് അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ലൈനിങ് സാറ്റിൻ ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് അതിൻ്റെ നമ്മൾ നെറ്റിൻ്റെ തുണി എടുത്തു. അതിന് നമ്മൾ ചേരുന്ന ഒരു ലൈനിങ് ക്രേപ്പ് എടുത്തിട്ടുണ്ട്. സാറ്റിൻ ഭയങ്കര ഷൈനിങ് ആണ്. നമുക്ക് അത്ര ഷൈനിങ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ക്രേപ്പിൻ്റെ ഒരു ലൈനിങ് എടുത്തു. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പണിയാം. അപ്പോൾ നമ്മൾ ക്രേപ്പ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഒരു അംബ്രല പോലത്തെ പാറ്റേൺ ഞാൻ ഇവിടെ കട്ട് ചെയ്തു. അതിന് ഇനി ലൈനിങ് നമ്മുടെ മെറ്റീരിയലും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫുൾ വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം.